കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷിന് ഇങ്ങനെ ഗായത്രി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും ഗായത്രി വിളിക്കുകയാണ്. ആ സമയത്ത് ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് സുധീഷ് എന്നെ മനസ്സിൽ കരുതാണ്, എന്തിനാ ഇവൾ എപ്പോഴും എന്നെ വിളിക്കുന്നത്. ഒടുവിൽ സുധീഷ് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഗായത്രിയോട് പറയാണ്, പറയൂ ഗായത്രി. സുധീഷ് ചോദിക്കും എന്താണെന്ന്. ആ സമയത്ത് ഗായത്രി പറയും, എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ. ആ സമയത്ത് സുധീഷ് പറയും എന്താണ്. അപ്പോൾ ഗായത്രി പറയും, അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ സുധീഷ് പറയും, എങ്കിൽ ലൊക്കേഷൻ അയക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഗായത്രി പറയും ഓക്കെ. സുധീഷ് അങ്ങനെ ഗായത്രിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഗായത്രി പറയും, ഞാൻ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു, എന്തേ നേരം വൈകിയതെന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് സുധീഷ് പറയും. ഗായത്രി പറയും, നമുക്കൊരു കോഫി കുടിക്കുക അല്ലെങ്കിൽ സിനിമക്ക് പോയാലോ. ആ സമയത്ത് സുധീഷ് പറയും, എനിക്ക് ജോലിയുണ്ട്. ഗായത്രി പറയും, അങ്ങനെ പറയല്ലേ. അപ്പോൾ സുധീഷ് പറയും, എനിക്ക് ജോലിയുണ്ട്. സത്യമായിട്ടും കേൾക്കുന്ന ഗായത്രിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയും, എന്തോ അർജന്റായ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. ഗായത്രി പറയും, ഫോണിൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും, ബസ് സ്റ്റോപ്പിലാണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴെന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ഞാൻ അധികമൊന്നും പെൺകുട്ടികളോട് സംസാരിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. ഗായത്രി ചോദിക്കും, അപ്പോൾ എന്നെ പുറത്തോട്ടേക്ക് കൊണ്ടുപോകില്ലേ. ഗായത്രി ചോദിക്കും, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ. അപ്പോൾ സുധീഷ് പറയും, എന്താണ്. ആ സമയത്ത് ഗായത്രി പറയും, ഇന്ന് എൻ്റെ പിറന്നാളാണ്. സുധീഷ് പറയും, ആ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. അപ്പോൾ ഗായത്രി പറയും, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തരുമോ. ഗിഫ്റ്റ് വാങ്ങിച്ച് തരും എന്ന് പറയുന്ന സുധീഷ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. അപ്പോൾ ഗായത്രി പറയും, എന്താ കൈ തന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ. ഗായത്രി പറയും, കൈ തന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ. അങ്ങനെ കൈ കൊടുക്കും സുധീഷ്. ആ സമയത്ത് കോഫി ഷോപ്പിലും സിനിമ ഒന്നും കാണാൻ പോകാൻ നേരമില്ലെന്നല്ലേ പറഞ്ഞത്, എന്നാൽ എന്നെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവിടാമോ. സുധീഷ് പറയും, അത് ചെയ്യാം. അങ്ങനെ അവർ കാറിൽ കയറും. കാറിൽ കയറി പോകുന്ന സമയത്ത് സുധീഷിനോട് ഗായത്രി പറയും, ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും, സുധീഷും വരുമോ. അതിൽ സുധീഷ്, എനിക്ക് വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗായത്രി പറയും, അങ്ങനെ പറയരുത്, സുധീഷ് വരണം, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും. ആ സമയത്ത് സുധീഷ് പറയും, ആ ഞാൻ വരാം. ഗായത്രി ചോദിക്കും, എന്താ സുധീഷ് വല്ലാതെ സംസാരിക്കാത്തത്. ആ സമയത്ത് സുധീഷ് പറയും, ഞാനും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്, ഞാനാണ് വീട്ടിൽ അധികം സംസാരിക്കാത്തത്, ഞാൻ പെൺപിള്ളേരോട് അധികം സംസാരിക്കാറില്ല. ഗായത്രി പറയും, എൻ്റെ ഗേൾസ് ഫ്രണ്ട്സാളൊക്കെ വരും, അത് കരുതി സുധീഷ് വരാതിരിക്കരുത്. ആ കാണുന്ന ആ വീടിൻ്റെ മുന്നിൽ നിർത്തിയാൽ മതി എന്ന് പറയുകയാണ് ഗായത്രി. ഗായത്രി സുധീഷിനോട് പറയും താങ്ക് യു എന്ന്. ആ സമയത്ത് സുധീഷ് പറയും ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പോൾ ഗായത്രി പറയും, ഞാൻ വൈകുന്നേരം നിങ്ങളെ കാത്തു നിൽക്കും, എൻ്റെ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ടും വരണം. സുധീഷ് പറയും, ഉറപ്പായിട്ടും ഞാൻ വരും. പിന്നീട് സുധീഷ് വീട്ടിൽ ചെന്നതിന് ശേഷം നികേഷിനോടും നിധിയോടും ചോദിക്കും, ഞാൻ ഇതിൽ ഏത് ഷർട്ടാണ് ഇടേണ്ടതെന്ന്. ആ സമയത്ത് നികേഷ് പറയും, ഇതിൽ ഏത് ഷർട്ട് ഇട്ടാലും നികേഷത്തിന് ചേരുമല്ലോ. ആ സമയത്ത് സുധീഷ് പറയും, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ പാർട്ടിക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് പോകാനും വേണ്ടിയിട്ടാണെന്ന് പറയാണ്. ആ സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിധി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സുധീഷ് നിധിയോടും നികേഷിനോടും പറയും, ഞാൻ ഗായത്രിയുടെ പിറന്നാളിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ വീട്ടിലോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഗായത്രി സുധീഷിനെയും കൊണ്ട് വീടിൻ്റെ അകത്തോട്ടേക്ക് ചെല്ലും. അവിടെ ഗായത്രിയുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ എല്ലാവരെയും സുധീഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് അവരെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും ഗായത്രിക്ക്. ആ സമയത്ത് ഗായത്രി പറയും, എനിക്ക് ഗിഫ്റ്റ് ഒന്നും സുധീഷ് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് സുധീഷ് അവിടെ നിന്നും ഒരു റോസാപ്പൂ എടുത്ത് അത് ഗായത്രിക്ക് കൊടുക്കും. ആ സമയത്ത് ഗായത്രിക്ക് ഇത് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കും. ആ സമയത്ത് ഗായത്രി പറയും, സുധീഷും എനിക്കും കൂടെ കട്ട് ചെയ്യാമെന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയും, ഇന്ന് ഗായത്രിയുടേതല്ലേ പിറന്നാൾ, അപ്പോൾ ഗായത്രി കട്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ ഗായത്രി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഗായത്രി സുധീഷിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് അത് വാങ്ങുന്നില്ല. പിന്നീട് അത് സുധീഷ് ഗായത്രിക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നും സുധീഷിനെ കാണാനില്ലാതാവുന്നുണ്ട്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.